ഹായ്, ഞാൻ ഇന്നിവിടെ ഒരു വീഡിയോ ചെയ്യാൻ പോവാണ്. കപ്പങ്ങ കൊണ്ടൊരു ഫേഷ്യൽ, പഴുത്ത കപ്പങ്ങ കൊണ്ട് നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ഇവിടെ കപ്പങ്ങ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പഴുത്തത് ഇത്രയും പഴുക്കണ്ടായിരുന്നു. ഇതൊരു ചെറിയ അബദ്ധം പറ്റിയതാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് എടുത്താൽ മതിയായിരുന്നു. അപ്പം നമുക്കിതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കപ്പങ്ങ ആയതുകൊണ്ട്, പഴുത്ത കപ്പങ്ങ ആയതുകൊണ്ടേ ഇത് നമുക്ക് വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. നമുക്ക് മുഖത്ത് ഫുള്ളായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത്രയും പഴുത്തുകൊണ്ട് ഇത്തിരി വെള്ളം പോലെയായി. അപ്പോൾ എൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ, നല്ല ഡാർക്ക് ഫേസാണ്. അപ്പോൾ അത് നമുക്ക് ചെറിയ രീതിയിലൊരു ഗ്ലേസിങ് വരുത്താനേ കഴിയുള്ളൂ. നമുക്ക് ചിലവ് വളരെ കുറഞ്ഞ രീതിയിൽ കുടുംബിനികളായ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം കപ്പങ്ങയുടെ ഗുണവും കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണവും അറിയാം. മുഖത്തിട്ടാലും നല്ല വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും സമയം കിട്ടാറില്ല, പിന്നെ പഴുത്ത കപ്പങ്ങ കിട്ടാനുണ്ടാവില്ല, അതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ മാക്സിമം ഇത് നന്നായിട്ട് മുഖത്ത് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ പഴുത്ത കപ്പങ്ങ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, എന്നാൽ ഇതൊന്ന് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ഇതിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയൊരു വ്യത്യാസം വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. എനിക്കത് വരാറുണ്ട്, ചെയ്യുമ്പോഴൊക്കെ വളരെ ഗുണം ചെയ്യാറുണ്ട്. കണ്ണിന് ചുറ്റുമൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഇതുകൊണ്ട് നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും. അപ്പം നമ്മുടെ മുഖം ഡാർക്കായെന്ന് വെച്ച് ആരും വിഷമിക്കാനല്ല. ഞാനും നല്ല ഡാർക്കാണ്. പക്ഷേ നമ്മൾ മുഖം ഡാർക്കായിരുന്നാലും നമ്മളൊന്ന് ഗ്ലേസിങ് ആവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പെട്ടെന്ന് ആരുടെ മുഖം വളരെ ബ്രൈറ്റ് ആവോ, നിറം വയ്ക്കുകയോ പെട്ടെന്ന് ചെയ്യില്ല. പിന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളിലൂടെ സ്ഥിരമായിട്ടുള്ള ശ്രമത്തിനൊടുവിൽ നമ്മുടെ സമയം കിട്ടുന്ന പോലെ ചെയ്താൽ മതി. തീർച്ചയായിട്ടും അതുകൊണ്ടൊരു ഗുണം കാണും. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആണ് വേണ്ടത്. മുഖത്ത് ഗ്ലേസിങ് ആണ് എപ്പോഴും വേണ്ടത്. കറുത്തിരുന്നാലും ശരി, നിറം വെച്ചിരിക്കുന്നവർക്ക് അതിൻ്റേതായ ഭംഗിയുണ്ട്. പക്ഷെ നിറമില്ലാത്തവരുടെ മുഖം ഒന്ന് ഗ്ലേസിങ് ആവാനും, അതുപോലെ ഒരു കരിവാളിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ തന്നെ മുഖത്തിന് ചെറിയൊരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് എപ്പോഴും ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ട് അത് സാധിക്കും. നമ്മൾ ഡാർക്കാണ്, നമുക്കൊന്നിനും കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര്, അല്ലെങ്കിൽ നമ്മുടെ മുഖം ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ പോലും, എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല. വളരെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നാറുണ്ട്